ഞാനിന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ അസ്ലം ബ്രോ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി അയച്ചു തന്നു. വേറെ ആരുടെ അല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ താരം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയോട് ഏറ്റവും കൂടുതൽ ലോയൽറ്റി കാണിച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളായിട്ടുള്ള ജസൽ കാനറുടെ സ്റ്റോറിയാണ് പുള്ളി അയച്ചു തന്നത്. അതിനകത്ത് പുള്ളി പറയുന്നത് ഈ മാലിന്യങ്ങളെ എടുത്ത് വെളിയിൽ കളയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ്. മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ ആരൊക്കെയാണെന്ന് ഊഹിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി മുൻ, സ്പോർട്ടിംഗ് ഡയറക്ടറായുള്ള കരോളിൻ സിംഗീസ്, ഇവരൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മുടെ രക്ഷകരായി മാറും എന്ന് വിശ്വസിച്ചിട്ട് ഈ ഒരു ക്ലബിനെയും ആരാധകരെയും വിറ്റ് തൊലച്ച് നശിപ്പിച്ച് നാറാണക്കല്ല് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സാമാനങ്ങളാണ് ഇവന്മാരെ അബ്സല്യൂട്ട്ലി ഗാർബേജസ്, മാലിന്യങ്ങൾ, കുപ്പത്തൊട്ടിയിൽ ബിലോങ് ചെയ്യേണ്ട സാധനങ്ങൾ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. അത് ആരാധകർ വിളിക്കുന്നതിൻ്റെ 100 ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഒരു താരം പറയുമ്പോൾ. പഴയ താരങ്ങൾ വരെ ഇവന്മാർ വെറും ഗാർബേജസ് ആണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ഇവന്മാർ എത്രമാത്രം ഈ ഒരു ക്ലബിനെ റൂയിൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ആരാധകരുടെ അണപൊട്ടി ഒഴുകുന്ന വികാരം മാത്രമല്ല ഈ പരനാറികൾക്കെതിരെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പഴയ താരങ്ങളും ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് എത്രമാത്രം പിഴച്ചൊരു മാനേജ്മെൻ്റ് ആണ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് ആരാധകർക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേളയാണ്. ചില അടിമകൾ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക, ജസൽ കാനയുടെ ലോയൽറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പുള്ളി ബ്ലാസ്റ്റേഴ്സിലൂടെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയത്. ഗോവയിൽ കളിച്ചുകൊണ്ടിരുന്ന താരത്തിന് ISL സ്പോട്ട് നൽകിയത് ബ്ലാസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത സീസണിൽ മോഹൻ ബഗാനിൽ നിന്ന് വളരെ വലിയ ഓഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നെ വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ എത്ര ചെറുതായാലും ബ്ലാസ്റ്റേഴ്സിന് എന്നെ വേണ്ട എന്നൊരു ഘട്ടം വന്നാൽ മാത്രം മറ്റ് ക്ലബ്ബുകളിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് വലിയ ഓഫറുകൾ വരെ നിരസിച്ച് ഇവിടെ തുടർന്നിട്ടുള്ളൊരു താരമാണ്. ആ താരത്തിനോട് ഇവന്മാർ അവസാനം ചെയ്തത് നീതികേടും നെറുകേടും ഒക്കെ തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. പുള്ളിയും പറയുന്നു ഈ സിസ്റ്റത്തിൽ ഫംഗ്ഷൻ ചെയ്യാൻ തലപ്പത്തിരിക്കുന്നവന്മാർ വെറും ഗാർബേജസ് ആണ്. ദിസ് ഈസ് ദ ഹൈ ടൈം ടു റിയാക്ട്. നമ്മൾ ഈ നാറികളെ മനസ്സിലാക്കി ചവിട്ടിപ്പിടിച്ച് പുറത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. ജിമ്മിൽ ഡയറക്റ്റ് ഇനി പോകുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്. സോറി.